കാസർഗോഡേക്കാണ് പോകുന്നത്. കാസർഗോട്ടെ എന്താണ് മനക്കണക്ക് അത് കൂട്ടിയും കിഴിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പല ഏജൻസികളുടെയും എക്സിറ്റ് പോളുകളൊക്കെ വന്നത്. എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം എന്താണ് കാസർഗോട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് നോക്കാം. UDF ക്യാമ്പിന് കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട് കൗണ്ടിങ്ങിന്റെ എന്താണ് വളരെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ എന്നതാണ് ഒരു സൂചന. നമുക്ക് അതാണ് പരിശോധിക്കേണ്ടത്. ഹാഷ്മി, നമുക്ക് കാസർഗോഡേക്ക് പോകാം. അരുൺ, അവിടെ എന്ത് സംഭവിച്ചാലും അരലക്ഷം വോട്ടിന് ഭൂരിപക്ഷം, മിനിമം 1.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മറ്റൊന്നും അവിടെ സംഭവിക്കില്ല. നമ്മുടെ ഏറ്റവും ഒടുവിൽ വരുന്ന ചില കേരളത്തിൽ നടത്തിയ ചില സർവേകളിലൊക്കെ ഉണ്ണിത്താന്റെ വിജയം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രവചിക്കുമ്പോൾ പോലും കാസർഗോഡും എന്തും സംഭവിക്കാമെന്നൊരു സാഹചര്യം നിലവിലില്ലേ? യഥാർത്ഥത്തിൽ മുന്നണികൾക്ക് ഉള്ളിൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഉപ്പറമ്പ. ഹാഷ്മി, വിജയകുമാർ, എന്തായാലും അരുൺ പാർക്കലാണ് പൂപ്പറമ്പ. അരുൺ പൂപ്പറമ്പ ബാംഗ്ലൂരിൽ നിൽക്കുകയാണ്. അരുൺ പാർക്കലാണ്. കാസർഗോഡ് നേരത്തെ പൂപ്പറമ്പ, അതുകൊണ്ട് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അരുണിലേക്കാണ് പോകേണ്ടത്. അരുൺ, കേൾക്കാമെങ്കിൽ എന്താണ് കാസർഗോട്ടെ അവസാന മണിക്കൂറുകളിലെ കണക്കൂട്ടൽ? അങ്ങനെ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്, അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം UDF ക്യാമ്പിന് ഒരു കുറച്ചുകൂടി എന്താണ് ഒരു ആത്മവിശ്വാസമുണ്ട്. അവർ കുറച്ചുകൂടി ദീർഘനിശ്വാസം പൊഴിക്കുന്നുണ്ട്. അത് ഒരു സൂചനയാണോ? എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ അത്? വിജയകുമാർ, ഹാഷ്മി, എന്തായാലും എക്സിറ്റ് പോൾ വന്നതിന് ശേഷം UDF ക്യാമ്പുകൾക്ക് കുറച്ച് ഊർജ്ജസ്വലത കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് തുടക്കം മുതൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തുടക്കം മുതലുണ്ടായിരുന്ന ഒരു എഡ്ജ് പിന്നീട് ഈ വോട്ടെടുപ്പ് ദിവസം ലഭിച്ചില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കഴിഞ്ഞ 2019 ഒരു വോട്ടിംഗ് പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ 80%-ലധികം വോട്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തിരുന്നു. പക്ഷേ അത് ഇത്തവണ 2024 വന്നപ്പോൾ 76 മാറി. 4% വോട്ടിംഗ് കുറഞ്ഞു. ആ 4% വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞത്, വോട്ടിംഗ് നില കുറഞ്ഞത് അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കേന്ദ്രങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ മഞ്ചേശ്വരം, കാസർഗോഡ് പോലുള്ള നിയോജക മണ്ഡലങ്ങളിലാണ് ഈ വോട്ട് നില കുറഞ്ഞത് എന്നത് UDF ക്യാമ്പുകളെ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം UDF ക്യാമ്പ് ഒന്ന് ഉണർന്നിട്ടുണ്ട്. എന്തായാലും അപ്പോഴും ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് താൻ ജയിക്കുമെന്നാണ്. കഴിഞ്ഞ തവണ 40,434 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചെങ്കിൽ ഇത്തവണ അത് ഇരട്ടിയാക്കി 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക്, 1 ലക്ഷത്തോട് അടുത്തുള്ള വോട്ടുകൾക്ക് തന്റെ ജയം ഉറപ്പാണ് എന്ന് ഒരു ഉറച്ച ആത്മവിശ്വാസത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. LDF സ്ഥാനാർത്ഥിയെ നോക്കുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടി മുഴുവൻ, അതായത് സക്രിയമായി ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 50,000-ഓളം വോട്ടിനെ താൻ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥിയുമുണ്ട്. BJP സ്ഥാനാർത്ഥി ML അശ്വിനി BJP-യുടെ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ, പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, 2024 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ML അശ്വിനി ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകൾക്കുണ്ട്. BJP പ്രതീക്ഷിക്കുന്നത് പോലെ 2 ലക്ഷത്തോളം വോട്ടുകൾ BJP പിടിക്കുകയാണെങ്കിൽ അത് UDFനെ ദോഷം ചെയ്യും. അങ്ങനെയെങ്കിൽ LDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള ഒരു സാധ്യതയും കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ച് കാണുന്നുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളാണ് LDFനെ പ്രധാനമായും തുണയ്ക്കുന്ന മണ്ഡലങ്ങൾ. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങൾ അത് LDF ഇടത് കോട്ടകളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് കൂടുന്ന ഒരു സാഹചര്യം നാളെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും LDFനെ സംബന്ധിച്ച ഈ മണ്ഡലങ്ങളാണ് LDF പ്രധാനമായും ഫലസൂചന അത് എപ്പോൾ, അതായത് കാസർഗോഡ് എങ്ങോട്ട് നീങ്ങുന്നു എന്ന് നമുക്ക് എപ്പോൾ പറയാൻ കഴിയും? വിജയകുമാർ, ആദ്യ 5 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഇതിലൊരു വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ലീഡുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥി വലിയ ലീഡ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തവണ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ പയ്യന്നൂർ അതുപോലെ തന്നെ കല്യാശ്ശേരി മണ്ഡലങ്ങൾ അത് ആദ്യ 13 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ട് എണ്ണിത്തീരുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അവസാന റൗണ്ട് വോട്ടെണ്ണി കഴിയണം അവിടുത്തെ തീരുമാനം എടുക്കണമെങ്കിൽ. പക്ഷേ കാസർഗോഡ് ഒരു പക്ഷേ 5 റൗണ്ട് കഴിയുമ്പോൾ ഒരു സൂചന കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.